സുഹൃത്തുക്കളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബാംഗ്ലൂരിലെ മഹാലക്ഷ്മിപുരത്ത് ഇന്നലെ നടന്ന ഒരു സംഭവമാണ്. അഞ്ജലി എന്ന 23 വയസ്സുകാരിയെ കാമുകനായ രാജീവ് വീട്ടിൽ കയറി കൊലപ്പെടുത്തി എന്നുള്ളൊരു വാർത്ത. ഇന്നലെ രാത്രിയാണ് സംഭവം നടന്നത്. അപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ രാജീവിനായിട്ടുള്ള തെരച്ചില് പോലീസ് നടത്തുന്നുണ്ടെങ്കിലും ഇതുവരെ അയാളെ കിട്ടിയിട്ടില്ല. അതായത് വീട്ടിൽ വന്ന് ഭീകര അന്തരീക്ഷമൊക്കെ സൃഷ്ടിച്ചതിന് ശേഷമാണ് ഇയാള് അഞ്ജലിയെ കൊലപ്പെടുത്തിയത് എന്നാണ് പറയുന്നത്. അപ്പൊ അഞ്ജലിയും രാജീവും 2 വർഷത്തോളമായിട്ട് പ്രണയത്തിലാണ്. ആ പ്രണയത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പല സ്ഥലങ്ങളിലും പോകാറുണ്ട്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് പ്രണയം തന്നെയാണ്. അപ്പൊ കല്യാണം കഴിക്കാനുള്ള തയ്യാറെടുപ്പും കാര്യങ്ങളൊക്കെയാണ്. ഇതിനിടയിൽ ഒരുപാട് പൈസ ഇയാളുടെ കയ്യിലേക്ക് ഇങ്ങനെ വരികയാണ്. അതായത് ഇത് എവിടെ നിന്നാണ് ചോദിച്ചപ്പോഴേ അത് ഇന്നാള് തന്നാണ്, ഇന്ന ആൾക്കാരുടെ അടുക്കുന്ന വാങ്ങിച്ചതാണ് എന്നൊക്കെയുള്ള നുണകളാണ് സ്ഥിരമായിട്ട് പറയുന്നത്. ഇയാളാണെങ്കിൽ പറയത്തൊക്കെ ജോലിക്കൊന്നും പോകുന്നില്ല. എല്ലാ ദിവസവും രാവിലെ വന്ന് അഞ്ജലിയുടെ വീടിൻ്റെ അവിടെ അങ്ങനെ ഇരിക്കും. കുറേ കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ജലിയെ ബൈക്കിൽ പിക്ക് ചെയ്തിട്ട് എവിടെയെങ്കിലും പോകും. അങ്ങനെ സ്ഥിരമായിട്ട് ഇങ്ങനെ പോകുന്നു. പൈസയുണ്ട് കയ്യിൽ. ഇതെങ്ങനെയാണ് വരുന്നതെന്ന് അറിയില്ല. അങ്ങനെ ഈ ചെറുക്കനെ പറ്റിയിട്ട് പിന്നീട് അന്വേഷിക്കുകയാണ്. അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് ചില കേസുകളിലൊക്കെ ഇയാൾ പ്രതിയാണ്. പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ ഈ കളവ് കേസുകൾ, പിന്നെ ക്രിമിനൽ കേസുകൾ, അടിപിടി, ഇങ്ങനെയുള്ള പല കേസുകളിലും ഇയാൾ പ്രതിയാണ്. കുറച്ചും കൂടി കൂടുതൽ അന്വേഷിച്ചപ്പോൾ ഇയാൾ ശരിക്കും പറഞ്ഞാൽ ജയിലിൽ വരെ കിടന്നിട്ടുണ്ട്. അപ്പൊ ഇതൊന്നും ഈ അഞ്ജലി എന്ന് പറയുന്ന യുവതിക്ക് അറിയില്ല, അവരുടെ വീട്ടുകാർക്ക് അറിയില്ല, ഒരാൾക്കും അറിയില്ല. അപ്പൊ ഇത് അറിഞ്ഞപ്പോഴെന്ന് പറഞ്ഞാൽ അഞ്ജലി പറഞ്ഞു, ഇനി നമ്മൾ തമ്മിൽ ഒരു ബന്ധവും വേണ്ട. അങ്ങനെ മൊബൈൽ നമ്പറൊക്കെ ബ്ലോക്ക് ചെയ്തു. പിന്നീട് എന്ന് പറഞ്ഞാൽ ഇയാൾ അഞ്ജലിയെ കാണാൻ വേണ്ടിയിട്ട് അവിടെ പലപ്പോഴും വരും. പക്ഷെ അഞ്ജലി പറഞ്ഞു, ഇനി കാണണ്ട, ഈ ബന്ധം നമുക്ക് ശരിയാവില്ല എന്ന് കൃത്യമായിട്ട് പറഞ്ഞു. ഇങ്ങനെയുള്ള ഒരാളുടെ കൂടെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല, പ്രയാസമാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇയാളുടെ ആ യഥാർത്ഥ ക്രിമിനൽ സ്വഭാവം പുറത്തെടുത്തു. എന്നാൽ പിന്നെ നിനക്ക് ഞാൻ കാണിച്ചു തരാം, നിന്നെ മറ്റൊരാളുടെ കൂടെ ജീവിക്കാൻ ഞാൻ അനുവദിക്കില്ല എന്നുള്ള തരത്തിൽ പിന്നെ ഇയാളുടെ വെല്ലുവിളി തുടർന്നു. അതിനിടയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ജലി വീട്ടിൽ നിന്ന് വെളിയിൽ ഇറങ്ങാതെയായി. കാരണം ഭയം തന്നെയാണ്, ഇവൻ എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ള ഒരു ഭയം വീട്ടുകാർക്കും എല്ലാവർക്കും ഉണ്ട്. കാരണം അവരൊന്നും അറിഞ്ഞിട്ടില്ല, ഇങ്ങനെ പ്രണയത്തിലാണെന്ന് അവരാരും അറിഞ്ഞിട്ടില്ല. അറിയുമ്പോഴേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വൈകിപ്പോയിരുന്നു. കാരണം 2 വർഷം കഴിഞ്ഞു. ആ 2 വർഷത്തിനുള്ളിൽ ഇയാൾ പല കേസുകളിലും പെട്ടിട്ടുണ്ട്. പക്ഷെ അതൊന്നും അഞ്ജലി അറിയുന്നില്ല, വീട്ടുകാരാണെങ്കിൽ അന്വേഷിച്ചതുമില്ല. കാരണം എന്താ, വീട്ടുകാർക്ക് അത് അന്വേഷിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇയാളുമായിട്ട് ഇങ്ങനെ പ്രണയമുണ്ട് തന്റെ മകൾക്ക് എന്ന് വീട്ടുകാർക്ക് അറിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ചതുമില്ല. കൃത്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അഞ്ജലിയുടെ അച്ഛനും അതുപോലെ ബന്ധുക്കൾക്കും ഇവർക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു ഇവനൊരു ക്രിമിനലാണ്. പക്ഷെ തന്റെ മകളുമായിട്ട് പ്രണയത്തിലാണ് എന്നുള്ള കഥ മാത്രം ഇവർക്ക് അറിയില്ല. അറിഞ്ഞപ്പോഴാണ് ഇവർ പറഞ്ഞത്, ഏതായാലും നീ ഇനി ഈ ബന്ധത്തിൽ നിൽക്കണ്ട, എങ്ങനെയെങ്കിലും പിന്മാറൂ എന്ന് പറഞ്ഞപ്പോഴാണ് ഇവന്റെ യഥാർത്ഥ സ്വഭാവം. അതെന്ന് പറഞ്ഞാൽ പിന്നീട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതാണ്. ആര് പറഞ്ഞാലും കേൾക്കത്തില്ല, എങ്ങനെയെങ്കിലും അവളെ എനിക്ക് കാണണം എന്നുള്ള കാര്യത്തിൽ എല്ലാ ബന്ധവും വിച്ഛേദിച്ചുകൊണ്ടാണ് വീട്ടിലേക്ക് കയറിയത്. അങ്ങനെ കഴിഞ്ഞ ഞായറാഴ്ച, അതായത് ഇന്നലെ വൈകുന്നേരത്തോടു കൂടി ഇയാൾ ആ പരിസരത്ത് എത്തുകയും വീട്ടിൽ അതിക്രമിച്ച് കയറുകയാണ്. അതിക്രമിച്ച് കയറിയതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള ഇയാളെ തടുക്കാൻ വന്ന എല്ലാവരെയും ഇടിച്ച് താഴെയിടുന്നു. പിന്നീട് എന്ന് പറഞ്ഞാൽ ഇയാൾ വീട്ടിൽ കയറ്റി ഒരു സിനിമ സ്റ്റൈൽ, നമുക്കറിയാലോ ഈ കന്നഡയിലെ എന്താ പറയുന്നത്, കന്നഡയല്ല, എല്ലാ സ്ഥലത്തുമുള്ള ഈ ലോക്കൽ ഗുണ്ടകൾ എന്ന് പറഞ്ഞാൽ ഒരു സിനിമാ താരങ്ങളെ പോലെയാണ് പെരുമാറുക. എന്താ വെച്ചാൽ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു വലിയ സംഭവമാണ് എന്നുള്ള തരത്തിൽ മറ്റുള്ള വീടുകളിൽ കയറിയിട്ട് ഇവർക്ക് തോന്നിയവാസങ്ങൾ വിളിച്ചു പറയുക, അതുപോലെ അവിടെയുള്ള ആൾക്കാരെയൊക്കെ അടിച്ച് താഴെ ഇടുക, ഇങ്ങനെയുള്ള തോന്നിയവാസങ്ങൾ. അപ്പൊ അതവിടെ നടന്നു. ബഹളൊക്കെ കേട്ട് അയൽവാസികൾ എല്ലാവരും ഓടി വന്നു. ചിലരെന്ന് പറഞ്ഞാൽ പോലീസിൽ വിളിക്കുന്നു. പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും നോക്കി നിൽക്കെ തന്നെയാണ് ആ വീട്ടിലെ ആ ഒരു പെൺകുട്ടിയെ, അതായത് അഞ്ജലി എന്ന് പറയുന്ന 23 വയസ്സുകാരിയെ കൊലപ്പെടുത്തി കഴിഞ്ഞപ്പോൾ തന്നെ ഇയാൾ ഓടി രക്ഷപ്പെടുകയും ചെയ്തു. അപ്പോൾ സംഭവം നടന്നിട്ട് ഇപ്പോഴും ഇത്രയും സമയമായിട്ടും അയാളെ പിടികിട്ടിയില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്തൊക്കെയായാലും നമ്മൾ എപ്പോഴും എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് തന്നെയാണ്. ഇനിയിപ്പോഴും എന്ന് പറഞ്ഞാൽ ഒരുപാട് മലയാളികൾ അവിടെയുണ്ട്, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള ആൾക്കാർ അവിടെ ജീവിക്കുന്നതാണ്. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രേമിക്കാൻ വരുമ്പോഴും നമ്മൾ വളരെയധികം സൂക്ഷിക്കണം. ഇവൻ ഏത് തരക്കാരനാണെന്ന് അറിയില്ല. കുറച്ച് നാൾ മുമ്പ് നമ്മൾ എല്ലാവരും കണ്ടതാണ്. അതായത് പഠിക്കാൻ വന്നാണ്, ബാംഗ്ലൂർ പഠിക്കാൻ വന്ന അവിടെ കർണാടകക്കാരിയായ ഒരു യുവതി ഉണ്ടായിരുന്നു. ആ യുവതി എന്ന് പറഞ്ഞ വീട്ടുകാരൊന്നും അറിയാതെ സ്ഥിരമായിട്ട് പോകുന്ന ഓട്ടോക്കാരനെ അയാൾ വിവാഹം കഴിക്കുന്നു. കുറെ നാൾ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാകുന്നത് അയാൾക്ക് വേറെ ഭാര്യയും മക്കളും ഉണ്ട്. ഇതൊന്നും ഇവരറിയുന്നില്ല. അയാൾക്ക് വേറെ ഭാര്യയും മക്കളും ഉള്ള കാര്യമൊന്നും ഈ പെൺകുട്ടി അറിയുന്നില്ല. അങ്ങനെ ഇതറിഞ്ഞപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെൺകുട്ടി അതിൽ നിന്നും പിന്മാറാൻ തീരുമാനിക്കുന്നു. പിന്നീട് വീട്ടിൽ വേറെ കല്യാണം ആലോചിക്കുന്നു. ആ കല്യാണത്തിന് സമ്മതമാണെന്ന് പറയുന്നു. അതിനിടയിലാണ് ഈ പെൺകുട്ടി, അതായത് ഈ യുവതിയെ കൊലപ്പെടുത്തുന്നത്. അതായത് ഈ ഓട്ടോ ഡ്രൈവറായ ഈ മനുഷ്യൻ കൊലപ്പെടുത്തുന്നത്. അപ്പൊ ഇവർക്ക് ഈ ഇത്രയും വർഷം ജീവിച്ചിട്ടും ആ ഓട്ടോ ഡ്രൈവർക്ക് വേറെ ഭാര്യയുള്ളതോ മക്കളുള്ളതോ ഒന്നും ഈ യുവതിക്ക് അറിയില്ല. അവസാനം അറിഞ്ഞപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ കൊലപ്പെടുത്തുകയും ചെയ്തു. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോ
ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ പരമാവധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരുമായിട്ട് വലിയ പിന്നെ ലോക്യത്തിനൊന്നും നിൽക്കരുത്. അതായത് ഇവരൊക്കെ ഏത് ജനുസിൽപ്പെട്ടതാണ്, എങ്ങനെയാണ് ഇവരുടെയൊക്കെ പ്രവർത്തനം, ഇവരെന്താണ് പിന്നെ ശരിക്കും പറഞ്ഞ ഞാൻ പറഞ്ഞല്ലോ, ഈ പ്രത്യേകിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ചില സ്ഥലങ്ങളിൽ ഇവർ സിനിമയിലെ പോലെ അനുകരിക്കാൻ നോക്കും. അതായത് വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കിയിട്ട് പെണ്ണിനെ വിളിച്ച് കൊണ്ടുപോവുക എന്നുള്ള ഗുണ്ടായുസങ്ങൾ, പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗുണ്ടകൾ തന്നെ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ പോകുന്ന കുട്ടികളെ കല്യാണം കഴിക്കുക. ഇപ്പോൾ ഈ ഓട്ടോക്കാരൻ്റെ പിന്നെ കല്യാണം കഴിച്ചു എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ, ആ യുവതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അക്കൗണ്ടിങ് വിഭാഗത്തിൽ ജോലി ചെയ്യുന്നതാണ്, നല്ല ശമ്പളം വാങ്ങിക്കുന്നതാണ്. പക്ഷെ അതിനുപോലും തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഈയിടെയായിട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്ന പല തരത്തിലുള്ള കൊലപാതകങ്ങൾ, പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ കാമുകന്മാരായി കുറേ നാൾ ഒരുമിച്ച് നിന്നവരാണ് ഇങ്ങനെയുള്ള സംഭവങ്ങളിലൊക്കെ ഇപ്പോൾ പെടുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, എൻ്റെ പൊന്നു മക്കളെ, നിങ്ങൾക്ക് ജീവൻ വേണമെങ്കിൽ ഇങ്ങനെയുള്ള വേട്ടാവളിയന്മാരോട് നിങ്ങൾ ഒരു അടുപ്പവും കാണിക്കരുത്. അവൻ എന്തെങ്കിലും ചോദിച്ചാൽ തന്നെ എന്ന് പറഞ്ഞാൽ മിണ്ടാൻ പോകണ്ട. ഇപ്പൊ അതിന്റെ ഒരു സിനിമ തന്നെ ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട്, നമ്മുടെ ജയറാം നായകനായ പരിമളമാൻ കമ്പനി എന്ന് പറഞ്ഞിട്ട്. ആ സിനിമ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും, അതായത് ഒരു റൗഡി വന്നിട്ട് അവരുടെ വീട്ടിൽ കയറിയിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇങ്ങനെയുള്ള ആൾക്കാരുമായിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ കാര്യം മാത്രം നോക്കി ജീവിക്കുക. അല്ലാതെ ഒരു കാരണവശാലും നമ്മൾ മിണ്ടാൻ പോകരുത്. മിണ്ടിക്കഴിഞ്ഞാൽ പെട്ടുപോകാറുണ്ട്. ബാംഗ്ലൂർ പോലെയുള്ള ഒരു സ്ഥലത്തൊക്കെ എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള ടീമുകളും ഉണ്ടാവും, നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അതായത് ഇവനൊക്കെ എന്താ, ഇവൻ്റെയൊക്കെ അവസ്ഥ എങ്ങനെയാണ്, ഇവനൊക്കെ പണം ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ഇവൻ്റെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് എന്നൊന്നും നമുക്കറിയില്ല. അവിടെ ഉള്ളവർക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. അതായത് ഈ അഞ്ജലി എന്ന് പറയുന്ന അവിടെ തന്നെ താമസിക്കുന്ന ഈ പെൺകുട്ടിക്ക് തന്നെ ഇവന്റെ സ്വഭാവം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ മനസ്സിലാക്കുമ്പോഴേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകിപ്പോയിരുന്നു. ഇവൻ കൊടും ക്രിമിനലാണ്, കള്ളനാണ്, ജയിലിൽ കിടന്നവനാണെന്നൊക്കെ പിന്നീടാണ് അറിയുന്നത്. അപ്പോഴേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്റെ ആ സ്വഭാവങ്ങളെല്ലാം മാറാൻ തുടങ്ങി. അപ്പൊ ഇവനൊക്കെ ലഹരിക്ക് അടിമയായിരിക്കാം, അങ്ങനെയുള്ള പലതരത്തിലും അടിമയായിരിക്കാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മൾ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഇതാ നമ്മുടെ കാര്യം. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒരു തരത്തിലും ഒരുത്തന്മാരുമായിട്ട് ഇടപെടാൻ പാടില്ല. ഇടപെട്ട് കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു ഭവിഷ്യത്ത് ഇത് തന്നെയാണ്. ആ ഒരു കുടുംബത്തിന്റെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. സ്വന്തം മകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺമുന്നിൽ കിടന്ന് പടഞ്ഞപ്പോഴേ അവർക്കൊന്നും രക്ഷിക്കാൻ പോലും കഴിഞ്ഞില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അവിടെ അത്രയും ബഹളങ്ങൾ കേട്ടിട്ട് ആൾക്കാർ വന്നിട്ട് അവർക്ക് കൂടി ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ അവനവന്റെ ജീവനല്ലേ വലുത്. ഇവൻ കത്തിക്കൊണ്ട് വല്ലതും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അനുഭവിക്കേണ്ടത് എന്നാണ് എല്ലാവരും കരുതുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, ഒരുത്തൻ രക്ഷിക്കാൻ പോലും വരും എന്നുള്ളൊരു പ്രതീക്ഷ വേണ്ട. ഒരുത്തൻ പോലും രക്ഷിക്കാൻ വരത്തുമില്ല. അതുകൊണ്ട് വളരെയധികം സൂക്ഷിച്ചിട്ട് നമ്മൾ പെരുമാറുക. നമ്മൾ എവിടെയായാലും, കേരളത്തിലായാലും അല്ലെ കർണാടകയായാലും തമിഴ്നാട്ടിലായാലും എവിടെയായാലും നമ്മൾ ജീവിക്കുമ്പോഴേ നമ്മുടേതായ ഇതിൽ മാത്രം ജീവിക്കും. അല്ലാതെ പ്രേമിക്കാനോ അല്ലെങ്കിൽ ഓൻ്റെ കൂടെ ചുറ്റിയടിക്കാനോ അല്ലെങ്കിൽ ഓൻ ചിരിക്കുമ്പോഴൊന്ന് ചിരിക്കാനോ അതിനൊന്നും നിൽക്കണ്ട. ചിരിച്ചു കഴിഞ്ഞാൽ പിന്നെയും പറയാം, ഓ എന്നോട് പ്രേമാന്ന് പറഞ്ഞിട്ട് പിന്നെ കൂടെ കൂടുവാർന്ന്. അങ്ങനെയുള്ള നായ്ക്കൾ വരെയുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഏതായാലും എല്ലാവരെയും ദൈവം രക്ഷിക്കട്ടെ എന്നേ പറയാനുള്ളൂ. കാരണം പ്രത്യേകിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്യ സ്ഥലത്തൊക്കെ പോയിട്ട് പഠിക്കുന്ന കുട്ടികൾ ഇന്ന് ചതിക്കുഴികൾ ഒരുപാടുണ്ട്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് എന്താ പറയേണ്ടത്, മയക്കുമരുന്നും മറ്റേതുമായിട്ട് കുറേ എണ്ണം വേറെ നടക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരും അവനവനെ സൂക്ഷിക്കുക. അഞ്ജലിയുടെ ഗതി ആർക്കും ഇല്ലാതായി പോട്ടെ. നന്ദി, നമസ്കാരം.